നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ ഉള്ളത് രണ്ട് തെരഞ്ഞെടുപ്പുകളാണ്. ഒന്ന് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്, നമ്മുടെ പ്രാദേശിക പ്രവർത്തകർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ്. നമുക്ക് നല്ല വിജയം ആ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാം. അതിനുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ UDFന്റെ നേതൃത്വത്തിൽ എല്ലായിടത്തും നടത്തണം. ഇപ്പോൾ ഒരു കാലത്തും ഇല്ലാത്തൊരു പേര് UDFനുണ്ട്. ടീം UDF എന്നാണ് എല്ലാവരും UDFനെ വിളിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 10 കൊല്ലക്കാലം LDF കൈവശം വച്ചിരിക്കുന്ന സീറ്റ് 11,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നാം തിരിച്ചു പിടിച്ചത് ആ ടീം UDFന്റെ കരുത്താണ്. ഇനി ടീം UDF ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുമായി കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചുവിടും. അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് നടത്തേണ്ടത്. ഇത് നമ്മളെക്കാൾ നന്നായി അറിയാവുന്നവരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുമുന്നണി നേതാക്കളും. അതുകൊണ്ട് 2026-ലെ കനത്ത തോൽവി തിരിച്ചറിഞ്ഞപ്പോഴുണ്ടായ ഒരു വിഭ്രാന്തിയിലാണ് ഇപ്പോൾ ഗവൺമെന്റ് പെരുമാറുന്നത്. എന്തൊക്കെ ചെയ്യണമെന്നൊരു രൂപമില്ല. തോന്നുന്നതൊക്കെ ചെയ്യാതെ ചെയ്യുന്നതൊക്കെ പാളിപ്പോവുകയും ചെയ്യാം. ഏത് നിലയിലാണ് പോകുന്നത്? ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. ആ വിഭ്രാന്തിയിൽ നിന്നാണ് ഉടലെടുത്ത സംഭവമാണ് നമ്മുടെ അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം. 10ാമത്തെ കൊല്ലമായപ്പോൾ പിണറായി വിജയന് പെട്ടെന്നൊരു അയ്യപ്പ ഭക്തി ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുമോ? 10ാമത്തെ കൊല്ലം. ഞാനിതൊക്കെ പറഞ്ഞാലും അത് നടത്തിയത് നന്നായെന്നുള്ള അഭിപ്രായക്കാരനായ. അതുകൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ ആളുകൾ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ആളുകൾ ഇപ്പോൾ ഓർത്തെടുക്കും. പഴയ കാര്യങ്ങൾ ഇപ്പം മുഴുവൻ പണ്ട് നടത്തിയ പ്രസ്താവനകളാണ്. എവിടെ നോക്കിയാലും മുഖ്യമന്ത്രിയും സഹപ്രവർത്തകരും പണ്ട് നടത്തിയ പ്രസ്താവനകളാണ് എല്ലായിടത്തും കാണുന്നത്. അന്നത്തെ കാലത്ത് അതെല്ലാവരെയും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി. എന്തായിരുന്നു? പോലീസിന്റെ പിന്തുണയോടുകൂടി പോലീസ് ക്ലബിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് 2 പേരെ, അവരുടെ പേരൊന്നും പറയുന്നു, രാത്രി ഇരുട്ടിന്റെ മറവിൽ ശബരിമല കയറ്റി ആചാര ലംഘനത്തിന് കൂട്ടുനിന്ന് ആകാശം ഇടിഞ്ഞു വീണാലും ഈ നിലപാടിൽ നിന്നും മാറ്റമുണ്ടാകില്ല എന്ന് പറഞ്ഞൊരാൾ. ആചാര ലംഘനം നടത്തുന്നതിന്റെ ഭാഗമായി നവോത്ഥാന സമിതി ഉണ്ടാക്കി കേരളത്തിൽ മുഴുവൻ മതിൽ തീർത്ത നവോത്ഥാനം പുരോഗമന ചിന്താഗതിയാണ് നവോത്ഥാനം. ആ നവോത്ഥാനം അതിൽ പങ്കെടുത്ത 2 പേരാണ്. ഒരു ചേട്ടനും ചേച്ചിയാണ് പത്തനംതിട്ടയിൽ നിധി കിട്ടാൻ വേണ്ടിയിട്ട് നരബലി നടത്തിയത്.